നമസ്കാരം. ഒമാൻ വാർത്തകൾ. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒമാനിൽ 4 ദിവസം ദുരിതം നിറച്ച് പെയ്തിറങ്ങിയ മഴമേഘങ്ങൾ മാറുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ മഴ കുറഞ്ഞു. കുറഞ്ഞ സ്ഥലങ്ങളിൽ നേരിയ ചെറിയ തോതിൽ പേമാരി പെയ്തിറങ്ങിയെങ്കിലും മിക്ക സ്ഥലങ്ങളിലും വെളിച്ചമുള്ള കാലാവസ്ഥയായിരുന്നു. കഴിഞ്ഞുപോയത് പൂർണ്ണമായും മഴയിൽ മുങ്ങിയ ദിവസങ്ങളായതിനാൽ സ്വദേശികളും വിദേശികളും ഇന്നലെ ലഭിച്ച തെളിഞ്ഞ അന്തരീക്ഷത്തിൽ പുറത്തിറങ്ങി. ദിവസങ്ങളായി യാത്രയടക്കമുള്ളവ മാറ്റിവെച്ചവർ ഇന്നലെ രാവിലെ മുതൽ വലിയ തിരക്കിലായിരുന്നു. റോഡുകളിലും മറ്റുമുണ്ടായ തടസ്സങ്ങൾ നീക്കുന്നതിനും കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുന്നതിനും നഗരസഭാ തൊഴിലാളികൾ രാവിലെ തന്നെ ശ്രമം ആരംഭിച്ചിരുന്നു. ഇവർക്കൊപ്പം സഹായവുമായി സ്വദേശികളും കൂടി ചേർന്നതോടെ പ്രവർത്തികൾ വേഗത്തിലായി. നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരും രംഗത്തുണ്ടായിരുന്നു. രാജ്യമെങ്ങും വീശിയടിച്ച കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശമാണ് ഉണ്ടായത്. നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിലാവുകയും വാഹനങ്ങൾ അടക്കമുള്ളവ ഒലിച്ചു പോവുകയും ചെയ്തു. മരങ്ങൾ, വൈദ്യുത പോസ്റ്റുകൾ, സിഗ്നലുകൾ തുടങ്ങിയവ നിലം പതിച്ചപ്പോൾ ചിലയിടങ്ങളിൽ അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തു. ലിവ, യങ്കൽ, ഷിനാസ്, ജലാൻബനി, ബുവാലി, ഇസ്കി, നിസ്വ, സമയൽ, വാദി അൽ ജിസി, റൂബി, വാദി കബീർ, എംബിഡി, മഹദ, സുഹാർ, മഹൂത്ത്, മസീറ, ദൽകൂത്ത്, ബുറൈമി, ഇബ്ര, മുദൈവി, അൽ കാബിൽ, ഷൂർ, ബഹല, ഹൈമ, അൽകുവൈർ, അസൈവ, അൽകൂദ്, മൊബൈല, സേബ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ശക്തമായ മഴ ലഭിച്ചത്. തലസ്ഥാന നഗരിയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റടിച്ചതോടെ ചെറിയ നാശനഷ്ടങ്ങളും ഉണ്ടായി. കടകൾക്ക് പുറത്തിട്ടിരുന്ന ഇരിപ്പിടങ്ങൾ അടക്കമുള്ളവ പാറിപ്പോയി. 4 ദിവസങ്ങളിൽ റോഡുകൾ മഴയെ തുടർന്ന് മണിക്കൂറുകളോളം സ്തംഭിച്ചു. വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടന്നു. അന്തരീക്ഷം മൂടിക്കെട്ടിയ സാഹചര്യമായിരുന്നതിനാൽ ദൂരക്കാഴ്ച പ്രയാസം നേരിട്ടതും റോഡുകളിൽ വെള്ളം കയറിയതുമാണ് വാഹനങ്ങൾക്ക് തടസ്സമായത്. പ്രദേശത്ത് അനുഭവപ്പെടുന്ന ന്യൂനമർദ്ദമാണ് മഴയ്ക്കും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമായത്. മഴയിൽ ഒലിച്ചുപോയ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ഒമാനിലെ വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സഹം വിലായത്തിൽ കനത്ത മഴയിൽ കാണാതായ പ്രവാസി പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം നടത്തിയ തിരച്ചിലാണ് ഏഷ്യൻ പൗരത്വമുള്ള പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. രാജ്യത്ത് 4 ദിവസത്തിനിടെ പെയ്ത കനത്ത മഴയിൽ മരണപ്പെട്ടവരുടെ എണ്ണം 19 ഉയർന്നു. ഇവരിൽ 11 പേരും കുട്ടികളാണ്. ആശ്വാസ തീരങ്ങളായി ദുരിതാശ്വാസ ക്യാമ്പുകൾ. അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നാഷണൽ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെൻറ്റ്സിൻ്റെ കീഴിൽ വിവിധ ഗവർണറേറ്റുകളിൽ 143 ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറന്നു. പ്രവാസികളും സ്വദേശികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലെത്തി. ഗവർണറേറ്റുകളിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ നിരവധി കുടുംബങ്ങളെത്തി. ഇവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഇവിടങ്ങളിൽ ലഭ്യമാക്കുകയും ചെയ്തു. ഒമാനിലെ മഴക്കെടുതിയിൽ ദുരിതത്തിലാണ്ട 1630 പേരെ രക്ഷപ്പെടുത്തി. കനത്ത കാറ്റിലും മഴയിലും പ്രളയത്തിലും അകപ്പെട്ട 1000-ലധികം പേരെ രക്ഷപ്പെടുത്തുകയും 600-ലധികം ആളുകളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്ത് റോയൽ ഒമാൻ പോലീസ്. ദിവസങ്ങൾക്കിടെ 1630 പേരെ രക്ഷപ്പെടുത്തിയതായും 630 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിച്ചതായും പോലീസ് വ്യക്തമാക്കി. ഏവിയേഷൻ വിഭാഗം ഹെലികോപ്റ്ററിൽ 50ഉം മറ്റ് വാഹനങ്ങൾ ഉപയോഗിച്ച് 152ഉം രക്ഷാപ്രവർത്തനങ്ങളാണ് ഈ ദിവസങ്ങളിലായി നടത്തിയത്. കുത്തിയൊഴിക്കുന്ന വാദിയിലകപ്പെട്ടവരെ ഹെലികോപ്റ്ററിലെത്തി റോയൽ ഒമാൻ പോലീസ് ഏവിയേഷൻ വിഭാഗം രക്ഷപ്പെടുത്തുന്നതുൾപ്പെടെ വിവിധ രക്ഷാപ്രവർത്തന ദൃശ്യങ്ങൾ ഇന്നലെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പോലീസിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ സ്വദേശികളും വിദേശികളും. ഒമാനിൽ 4 ദിവസം തുടർച്ചയായി പെയ്ത മഴയിൽ രാജ്യത്തെ അണക്കെട്ടുകൾ നിറഞ്ഞു. ഒമാൻ്റെ വിവിധ ഭാഗങ്ങളിൽ 49 അണക്കെട്ടുകളിലായി 179 ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളമാണ് മഴയിൽ ശേഖരിച്ചതെന്ന് കാർഷിക, മത്സ്യബന്ധന, ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. ഒമാനിലെ വിദിയയിൽ പെയ്ത കനത്ത മഴയിൽ മതിലിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട പത്തനംതിട്ട അടൂർ കടമ്പനാട് സ്വദേശി സുനിൽകുമാറിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. ഇന്നുച്ചയ്ക്ക് ശേഷം വീട്ടുവളപ്പിൽ സാംസ്കാരിക ചടങ്ങുകൾ നടക്കും. പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളും മഴവെള്ളത്തിൽ ഒലിച്ചു പോയതിനെ തുടർന്ന് എമർജൻസി സർട്ടിഫിക്കറ്റ് വഴിയാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയത്. OICC, KMCC ഭാരവാഹികൾ നടപടികൾക്ക് നേതൃത്വം നൽകി. അതേസമയം സംഭവത്തിൽ പരിക്കേറ്റ ആലപ്പുഴ സ്വദേശി അശ്വിൻ ടൈറ്റസിനെയും വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുപോയി. നേരത്തെ മസ്കറ്റിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസമാണ് അശ്വിനെ നാട്ടിലെത്തിച്ചത്. മരണപ്പെട്ട സുനിൽകുമാറിനൊപ്പമാണ് അശ്വിനും ജോലി ചെയ്തിരുന്നത്. അപകടത്തിൽപ്പെട്ട അശ്വിൻ കാറിന് മുകളിലും ഗാരേജിൻ്റെ മേൽക്കൂരയിലും കയറി രക്ഷപ്പെടുകയായിരുന്നു. മേൽക്കൂര പൊളിച്ചാണ് അശ്വിനെ പുറത്തെത്തിച്ചത്. കാലിനാണ് സാരമായി പരിക്കേറ്റത്. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30-ഓടെയാണ്
ബിദിയ സനയയിൽ ഇരുവരും അപകടത്തിൽപ്പെട്ടത്. വാതി കുത്തിയൊലിച്ചതിനെ തുടർന്ന് ഇവർ ജോലി ചെയ്തിരുന്ന വർക്ക് ഷോപ്പിൻ്റെ മതിൽ തകരുകയായിരുന്നു. മതിലിനടിയിൽ കുടുങ്ങിയ സുരേഷിനെ അധികൃതരും പ്രദേശവാസികളും ചേർന്ന് പുറത്തെത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 15 വർഷമായി ഒമാനിലുള്ള സുരേഷ് വർക്ക് ഷോപ്പ് മെക്കാനിക്കായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. പിതാവ് സദാനന്ദൻ, മാതാവ് പങ്കജാക്ഷി, ഭാര്യ ദിവ്യ, മകൾ സ്വാതി, സുനിൽ, സഹോദരങ്ങൾ സുരേഷ്, സജി, സുജ എന്നിവരാണ്. ഒമാൻ സെമിയിൽ ACC പ്രീമിയർ കപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ സെമി ഉറപ്പിച്ച് ഒമാൻ. ഇന്നലെ നടന്ന മത്സരത്തിൽ കുവൈത്തിനെ 46 റൺസിന് കീഴ്പ്പെടുത്തി. ഗ്രൂപ്പ് ഘട്ടത്തിലെ 1-ാം സ്ഥാനക്കാരായാണ് ആതിഥേയർ സെമി പ്രവേശനം രാജകീയമാക്കിയത്. നാളെ നടക്കുന്ന സെമിയിൽ ഒമാൻ ഹോങ്കോങ്ങിനെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിലെ 4-ാം മത്സരത്തിൽ ബൗളിങ്ങിലും ബാറ്റിങ്ങിലും തിളങ്ങിയ ക്യാപ്റ്റൻ സീഷാൻ മഖ്ദൂസിൻ്റെ പ്രകടനത്തിൻ്റെ ബലത്തിലാണ് ടീം അനായാസം ജയം ഉറപ്പിച്ചത്. അമിറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി കുവൈത്ത് ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യ ബാറ്റ് ഒമാൻ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് എടുത്തു. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കുവൈത്തിന് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഗ്രൂപ്പ് ബിയിൽ നിന്നും 8 പോയിൻറ്റുമായാണ് ഒമാൻ സെമിയിൽ പ്രവേശിച്ചത്. നേപ്പാളും UAEയുമാണ് മറ്റ് ഫൈനലിസ്റ്റുകൾ. നാളെ 2 സെമി പോരാട്ടങ്ങളും ഏപ്രിൽ 20-ന് ലൂസേഴ്സ് ഫൈനലും 29-ന് ഫൈനലും അമിറാത്തിലെ ഗ്രൗണ്ടിൽ നടക്കും. ഇതോടെ ഈ വാർത്ത അവസാനിക്കുന്നു. അടുത്ത വാർത്തയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.